പ്രിയപ്പെട്ടവരെ നമസ്കാരം. കണ്ടില്ലേ തെരുവ് നായ്ക്കൾ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാട്ടുകാർക്ക് തലവേദനയായി വിലസുന്ന തെരുവ് നായ്ക്കൾ. ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൃത്യസമയത്ത് നൽകി സായുജ്യമടയുന്ന ഒരുപാട് പേർ നമ്മൾക്ക് ഇടയിൽ തന്നെയുണ്ട്. എന്തു ചെയ്യാം, തെരുവ് നായ്ക്കൾ നല്ലൊരു തലവേദനയാണ് നമ്മൾക്ക്. തെരുവ് നായ്ക്കൾ കാരണം വാഹന അപകടങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പേരെ തെരുവ് നായ്ക്കൾ കടിച്ചിട്ടുണ്ട്. അത് കാരണം പലരുടെയും ജീവൻ അപകടത്തിലാക്കിയിട്ടുണ്ട്. കുറേ പേർ മരിച്ചിട്ടുണ്ട്. നിത്യേന ഒരു സംഭവമാണ് തെരുവ് നായയുടെ ശല്യവും അവയുടെ കടിയൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ഗവൺമെൻറ്റിന് മുമ്പിൽ ഈ തെരുവ് നായയുടെ നിർമ്മാർജ്ജനം വളരെയധികം തലവേദനയാണ്. എന്തു ചെയ്യാം, ഇവ ഇങ്ങനെ വിഹരിക്കുകയാണ്. ഈ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, അതുപോലെ തന്നെ ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പട്ടിയിറച്ചി തിന്നുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഇഷ്ട വിഭവമാണ് പട്ടിയിറച്ചി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ. അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാൻ വല്ല മാർഗമുണ്ടെങ്കിൽ നന്നായിരുന്നു. ഒരു വരുമാന മാർഗവുമായി കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്താൻ ഈ ഒരു തെരുവ് നായയെ കൊണ്ട് ഉപകാരപ്പെട്ടേനെ. 10 പൈസയുടെ ഉപകാരമില്ലാതെ നഷ്ടങ്ങൾക്ക് മാത്രം കൂട്ടുനിൽക്കുന്ന നമ്മുടെ തെരുവ് നായ്ക്കളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വേസ്റ്റുകൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ തെരുവ് നായയെ കൃത്യസമയത്ത് ഭക്ഷണം നൽകി പരിപോഷിപ്പിക്കുന്ന പണിയുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക. തെരുവ് നായ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശല്യമാണ്, സമൂഹത്തിന് ഭീഷണിയാണ്. തെരുവ് നായ നിർമ്മാർജ്ജനം ഉടൻ തന്നെ നടപ്പിലാക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.